വെൽക്കം ബാക്ക് ടു അറബി അക്കാദമി. നമ്മളിനി നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളുള്ളത്. ഇനിയൊക്കെ പറയുന്നതിൽ ഏകദേശമൊക്കെ നമ്മൾ പറഞ്ഞ് പരിചയിച്ചുള്ള സംഗതികളാണ്. ഈ ഒരു കാലം എപ്പോഴും ഓർത്തു വെക്കണം. മിതവാദി കോൺഗ്രസ് എന്ന് പറയുന്നത്, മോഡറേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണെന്നുള്ളത് 1885 രൂപീകരണ കാലഘട്ടം മുതൽ 1995 വരെയുള്ള കാലഘട്ടമാണ്. മിതവാദികൾ സ്വാതന്ത്ര്യ സമരത്തിന് ഗണ്യമായ സംഭാവന കൊടുത്തിട്ടുണ്ട്. അവർ ഒട്ടും ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ സാധ്യമല്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ സ്വയം ഭരണം നേടുക എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ തീവ്രമായ പാതയല്ല അനുധാവനം ചെയ്യേണ്ടത്, മധ്യമമായ ഒരു മാർഗമാണ് ഉണ്ടാകേണ്ടത് എന്ന് വാദിച്ചിരുന്ന ആളുകളാണ് അവർ. മിതവാദികൾ ഉപയോഗിക്കുന്ന രീതികൾ എന്തെല്ലാം എന്നാണ് പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമല്ല, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. അവിടുത്തെ അതേ ഒരു മറ്റൊരു വേർഷനായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മിതവാദികൾ അവരുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി അവർ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അക്രമത്തിലും ഏറ്റുമുട്ടലിലും അല്ലാതെ ക്ഷമയിലും അനുരഞ്ജനത്തിലും അവർ വിശ്വസിച്ചു. ക്ഷമയോടെ ചർച്ച ചെയ്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കാം എന്നവർ വിശ്വസിച്ചു. അവരുടെ ലക്ഷ്യം നേടാൻ അവർ ഭരണഘടനാപരവും സമാധാനപരവുമായ രീതികളെ ആശ്രയിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ WHO ഹ്യൂം പോലും ഭരണഘടനാപരമായ രീതിയിലേക്ക് ജനങ്ങളുടെ കലാപത്തെ വഴിതിരിച്ചുവിടുകയാണ് ചെയ്തത്. അവരുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിലും ഈ ജനങ്ങൾക്കിടയിൽ ഒരു രാഷ്ട്രീയ അവബോധം ഉണർത്തുന്നതിലും അങ്ങനെ പൊതുജനാഭിപ്രായം സൃഷ്ടിക്കുന്നതിലും ആയിരുന്നു. ഇംഗ്ലണ്ടിലെ പൊതുജനാഭിപ്രായം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചു. ഇന്ത്യക്കാർ വന്ന് പ്രസംഗിക്കും. ബ്രിട്ടീഷുകാർക്കിടയിൽ ഇന്ത്യയെ പറ്റി പറയാനും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമങ്ങളെ, ചൂഷണങ്ങളെ ഒക്കെ കുറിച്ച് പറയാനും ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇന്ത്യ എന്ന ഒരു പ്രതിവാര ജേണൽ, ഒരു മാഗസിൻ, പ്രതിവാര ജേണൽ എന്ന് പറഞ്ഞ ആഴ്ചയിലെ വീക്കിലി ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരിച്ചു. അതേപോലെ ബംഗാളി, ബോംബെ ക്രോണിക്കിൾ, ഇതൊക്കെ ഓരോ പത്രത്തിന്റെ പേരാണ്. ബംഗാളി, ബോംബെ ക്രോണിക്കിൾ, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഹിന്ദു പ്രകാശ്, റാസ്റ്റ് ഗോഫ്റ്റർ, ഇന്ത്യ, ഇങ്ങനെയുള്ള വീക്കിലികൾ, ആ വീക്കിലികളിലൂടെ സർക്കാരിൻ്റെ നയങ്ങൾ വിമർശിക്കാൻ മിതവാദികൾ ശ്രമിച്ചു. അപ്പോൾ പത്രങ്ങൾ ഉപയോഗിച്ചു, മാഗസിൻസുകൾ ഉപയോഗിച്ചു, ഒക്കെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തണമെന്ന് സർക്കാരിനോട് അവർ ആവശ്യപ്പെട്ടു. ഈ നിയമങ്ങളും ഈ സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നിങ്ങളുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞു. മാത്രവുമല്ല, സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം യോഗങ്ങൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയും ചെയ്തു. പ്രധാനമായും അവർ യോഗങ്ങൾ നടത്തിയിരുന്നത് ഇംഗ്ലണ്ട്, മുംബൈ, അലഹബാദ്, പൂനെ, കൽക്കട്ട തുടങ്ങിയ നഗരങ്ങളിലാണ് മിതവാദികൾ യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള സംഗതികളാണ്. അവർ ഉപയോഗിച്ചിരുന്ന രീതികളുടെ ആ രീതികളിൽ നിന്നാണ് തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു ആശയം തന്നെ വരുന്നത്, അല്ലേ? ഇനി മിതവാദികളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ഇതും നമ്മൾ നേരത്തെ പറഞ്ഞു പോയൊരു സംഭവമാണ്. മിതവാദികളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത് എന്നാലും നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്ന്, ലെജിസ്ലേറ്റീവ് കൗൺസിലുകളെ വിപുലീകരിക്കണം, അത് പരിഷ്കരിക്കണം. എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്തിനുള്ളതാ? ഇന്ത്യക്കാരുടെ പ്രതിനിധികളുടെ കൗൺസിൽ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിയമം നിർമ്മിക്കുന്നത് അവരാണ്. അപ്പോൾ അതിൽ ഇംഗ്ലണ്ടുകാർ കുറേ ഉണ്ടാകും, അതിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഇന്ത്യയുടെ പ്രതിനിധികൾ ഉണ്ടാകും. അപ്പോൾ ഇന്ത്യയുടെ പ്രതിനിധികളുടെ എണ്ണം വളരെ കുറവായിരിക്കും, 6 പേര്, 7 പേര്, 10 പേരൊക്കെ ഉണ്ടാവുക. അത് പോരാ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ കുറച്ചുകൂടി വിപുലീകരിക്കണം, അത് പരിഷ്കരിക്കണം എന്ന് മിതവാദികൾ പറഞ്ഞു. അതേപോലെ ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും ഒരേ സമയം ICS അല്ല, ICS പരീക്ഷ നടത്തി. അന്നത്തെ IAS പരീക്ഷയുടെ സമാനമാണ് ICS പരീക്ഷ. ഉയർന്ന തസ്തികകളിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം. മറ്റേത് ഇംഗ്ലണ്ടിൽ പരീക്ഷ നടത്തും, എന്നിട്ട് അതിൽ ഇംഗ്ലണ്ടിൽ ഇന്ത്യയിലെ ആളുകൾക്ക് വേണമെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയിട്ട് പരീക്ഷ എഴുതാം. അതിനിപ്പോൾ ആരെങ്കിലും മുതിരോ? ഇല്ല, അത് പറ്റൂല. ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും ഒരേ സമയം ICS പരീക്ഷ നടത്തുക,
എന്നിട്ട് ഇന്ത്യക്കാർക്ക് ഉയർന്ന തസ്തികളിൽ കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം. ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപെടുത്തുക. അതെന്താ ഉദ്ദേശം? ജുഡീഷ്യറി അഴിമതി നിറയാണ്. അഴിമതി നിറയുന്നത് എന്തുകൊണ്ടാണ്? ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഒന്നായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് പറ്റില്ല. തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, പഞ്ചായത്തുകൾക്ക്, അവിടെ ഓരോ നാട്ടിലും ജില്ലാ പഞ്ചായത്ത് ഉണ്ടാകും, പഞ്ചായത്ത് ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാവും. അവർക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കണം. ഇതായിരുന്നു മിതവാദികളുടെ പ്രധാന ആവശ്യങ്ങൾ. നമ്മൾ നേരത്തെ വേറെ തരത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും നോട്ട് വെക്കണം. ഇനി മറ്റൊന്ന്, ഭൂനികുതി കുറക്കണം. മിതവാദികൾ ആവശ്യപ്പെട്ട മറ്റൊന്നാണ് ഭൂനികുതി കുറക്കണം. അതുപോലെ കർഷകരെ അന്യായമായ ഭൂവുടമകളിൽ നിന്ന്, ജമീന്ദാർമാരിൽ നിന്ന് സംരക്ഷിക്കണം എന്നവർ ആവശ്യപ്പെട്ടു. ഉപ്പ് നികുതി ഇല്ലാതെയാക്കണം. ഉപ്പ് നികുതി, പഞ്ചസാര തീരുവ, ഇതൊക്കെ നിർത്തലാക്കണം എന്നവർ ആവശ്യപ്പെട്ടു. അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം. അസോസിയേഷനുകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നിവ ഞങ്ങൾക്ക് വേണം. എന്നിവ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിയമപരമായ ലിമിറ്റേഷൻസ് വെക്കാൻ തുടങ്ങിയവർ. അങ്ങനെ അസോസിയേഷൻ നിർമ്മിക്കാൻ പറ്റില്ല, അഭിപ്രായം അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല എന്നൊക്കെ ബ്രിട്ടീഷുകാർ പറയാൻ തുടങ്ങി. അത് പറ്റില്ല, അതൊക്കെ മാറ്റണം. ആയുധ നിയമം പിൻവലിക്കണം. ബ്രിട്ടീഷുകാർക്ക് ആയുധം ഉപയോഗിക്കാം, ഒരാളെ കൊല്ലാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്ത്യക്കാരൻ ഒരാൾ ആയുധം കയ്യിൽ വശം വെച്ചാൽ വലിയ പ്രശ്നമാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സൈന്യത്തിന്റെ ചെലവ് കുറക്കണം. കാരണം അത് കൂടിയ കാരണം ഇന്ത്യക്കാർക്ക് പൈസ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായി. അതുപോലെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് സ്ഥിരമായ പെർമനന്റ് സെറ്റിൽമെന്റ് ഏർപ്പെടുത്തുക. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ സമരം നടത്തി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. കാരണം ഇത് ഇത്ര വ്യക്തമായിട്ട് മറ്റൊരിടത്ത് പറയുന്നില്ല. മിതവാദികളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ത് എന്ന് വ്യക്തമായിട്ട് അവിടത്തേക്കാളും കൂടുതൽ ഇവിടെ പറയുന്നുണ്ട്. ഇനി മിതവാദികളായ ദേശീയവാദികളുടെ സംഭാവനകൾ ഏകദേശം ഈ പറഞ്ഞ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. ദാദാഭായ് നവറോജി, R.C. ദത്ത്, ദിൻഷ വാച്ച തുടങ്ങിയവരൊക്കെയാണ് മിതവാദികളെ നയിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യമാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയെ വിശകലനം ചെയ്തു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയങ്ങളെ അവർ വിശകലനം ചെയ്യുകയും ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ചൂഷണം വിശദീകരിക്കാൻ ഡ്രെയിൻ തിയറി സിദ്ധാന്തം മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഇനി എന്താണ് ഡ്രെയിൻ തിയറി എന്ന് വരാൻ പോകുന്നുണ്ട്, വിശദമായിട്ട് വരാൻ പോകുന്നുണ്ട്. അതായത് ഇവിടുന്ന് സമ്പത്ത് കംപ്ലീറ്റ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് ഡ്രെയിൻ സിദ്ധാന്തം എന്ന് പറയുന്നത്, ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. അതിന് വിശദമായിട്ട് വരും, പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെയും പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷ് ഭരണമാണ് എന്ന് രാജ്യവ്യാപകമായി ഒരു പൊതുജനാഭിപ്രായം സൃഷ്ടിക്കാൻ ഈ ദേശീയവാദികൾക്ക് സാധിച്ചു. ഭൂനികുതി കുറയ്ക്കുക, ഉപ്പ് നികുതി നിർത്തലാക്കുക, തോട്ടം തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ മിതവാദികൾ ഉന്നയിച്ചു. കൗൺസിലിന്റെ അധികാരം വിപുലീകരിക്കാൻ അവർ ആവശ്യമുന്നയിച്ചു. അതായത് കൗൺസിലുകളിൽ ഇന്ത്യക്കാരുടെ കൂടുതൽ പങ്കാളിത്തം വേണം എന്ന് അവർ പറഞ്ഞു. പ്രത്യേകിച്ച് ധനകാര്യങ്ങളിൽ കൂടുതൽ നിയന്ത്രണം ഇന്ത്യക്കാർക്ക് വേണം. ഇന്ത്യയുടെ ഫൈനാൻസ് മിനിസ്റ്റർ ഇന്ത്യക്കാരനൊക്കെ ആവണം എന്നാണ് പറഞ്ഞർത്ഥം എന്ന് പറയുന്ന കുറെ ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചു. ആദ്യകാല ദേശീയവാദികൾ ഒരു ജനാധിപത്യ സ്വയംഭരണം എന്ന ദീർഘകാല ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചിരുന്നത്. അതൊക്കെ നേരത്തെ പറഞ്ഞു പോയ പോയിന്റുകളാണ്. അതുകൊണ്ട് പൊതുഭരണ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി അവർ ശക്തമായ പ്രചരണം നടത്തി. സാമ്പത്തികാടിസ്ഥാനത്തിൽ സർക്കാരിന്റെ സേവനം ഇന്ത്യൻ വൽക്കരിക്കണമെന്ന് അവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനോട് ആവശ്യപ്പെടുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. മാത്രമല്ല, എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളിൽ നിന്ന് ജുഡീഷ്യറി വേർതിരിക്കണം. എക്സിക്യൂട്ടീവ് വേറെ, ജുഡീഷ്യറി വേറെ. അതവർ ആവശ്യപ്പെട്ട കാര്യമാണ്. അതുപോലെ അടിച്ചമർത്തുന്നതും സ്വേച്ഛാധിപത്യപരവുമായ ബ്യൂറോക്രസിയെയും ചെലവേറിയും സമയമെടുക്കുന്നതുമായ നീതിന്യായ വ്യവസ്ഥയെയും അവർ വിമർശിച്ചു. പിന്നെ ബർമ്മ പിടിച്ചെടുക്കൽ, അഫ്ഗാനിസ്ഥാൻ ആക്രമണം, വടക്കു പടിഞ്ഞാറൻ ഗോത്രവർഗക്കാരെ അടിച്ചമർത്തൽ എന്നിവക്ക് കാരണമായ ആക്രമണാത്മകമായ വിദേശ നയം, അതുപോലെ ക്ഷേമം, വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് പ്രാഥമികവും സാങ്കേതികവുമായ പ്രവർത്തനങ്ങൾ, ജലസേചന പ്രവർത്തനങ്ങൾ, കൃഷി മെച്ചപ്പെടുത്തൽ, കൃഷിക്കാർക്കുള്ള കാർഷിക ബാങ്കുകൾ മുതലായവക്ക് കൊടുക്കേണ്ട ചെലവ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിൽ വകയിരുത്തേണ്ട തുക വർദ്ധിപ്പിക്കണം. ചെലവ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിൽ വകയിരുത്തേണ്ട തുക വർദ്ധിപ്പിക്കണം. ഇതൊക്കെ അവർ ആവശ്യപ്പെട്ട സംഗതികളാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ സംഗതി ആയതുകൊണ്ടാണ് ഞാൻ അധികം വിശദീകരിക്കാത്തത്. അതുപോലെ നമുക്ക് നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, ചിന്ത പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യം, കൂട്ടായ്മ അസോസിയേഷൻ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള പൗരാവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരാടി. അവരുടെ പ്രചാരണങ്ങളിലൂടെ ദേശീയവാദികൾക്ക്
ആധുനിക ജനാധിപത്യത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. മാത്രമല്ല, പൗരാവകാശങ്ങളുടെ സംരക്ഷണം സ്വാതന്ത്ര്യ സമരത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറി. വെറുതെ സ്വാതന്ത്ര്യം കിട്ടിയാൽ മാത്രം പോരാ, നമുക്ക് പൗരാവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന് വന്നു. അങ്ങനെ സാമ്രാജ്യത്വ ഭരണത്തിന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ സ്വാധീനത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു ദേശീയ ബോധവും ദേശീയ പ്രസ്ഥാനവും കെട്ടിപ്പടുക്കാൻ ദേശീയവാദികൾക്ക് കഴിഞ്ഞു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അതേസമയം ബഹുജനങ്ങളെ, അതായത് പ്രത്യേകിച്ച് സ്ത്രീകളെ ഉൾപ്പെടുത്താതെ എല്ലാവർക്കും വോട്ടവകാശം വേണം എന്ന് പറയാതെ ഈ പ്രസ്ഥാനത്തിന്റെ ജനാധിപത്യ അടിത്തറ വിപുലീകരിക്കുന്നതിൽ ദേശീയവാദികൾ പരാജയപ്പെട്ടു. അതായത് അവരിത് പറഞ്ഞിട്ടില്ല, വോട്ടവകാശം എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം, അത് എല്ലാവർക്കും വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടില്ല എന്നർത്ഥം. അത് അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സംവിധാനങ്ങൾ കുറവാണ്, അതുകൊണ്ടാണ്. അത് വലിയൊരു പരാജയം എന്ന് പറയുന്നത് ആവശ്യമൊന്നുമില്ല. പിൽക്കാലത്തേക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ദേശീയവാദികൾ അത് അന്ന് അവതരിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പം മിതവാദികളുടെ കാലം കഴിഞ്ഞു. ഇനി നമ്മൾ കോൺഗ്രസ്സിൽ തീവ്രവാദികളുടെ ഒരു കാലം വരാൻ പോവാണ്. ആരൊക്കെയാണ് അതിൻ്റെ ആളുകൾക്ക് നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാകുമെന്ന് കരുതുന്നു. 1905 മുതൽ 1920 വരെയുള്ള കാലഘട്ടം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് സമയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ഘട്ടം അഥവാ തീവ്രവാദികളുടെ ഘട്ടം എന്ന് പറയുന്നത് 1905 മുതൽ 1920 വരെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് തീവ്രവാദത്തിന്റെ ഉയർച്ച പെട്ടെന്നുണ്ടായതല്ല, 1905 ഉണ്ടായതല്ല. 1857 പ്രക്ഷോഭം മുതൽ ഇത് ക്രമാനുഗതമായി വളർന്നു വരികയായിരുന്നു. തീവ്രവാദം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായൊരു സംഭവം അല്ല. 1857 പ്രക്ഷോഭം മുതൽ ഇത് ക്രമാനുഗതമായി വളർന്നു വരികയായിരുന്നു. കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തിയെങ്കിലും, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തിയെങ്കിലും കലാപത്തിന് തിരികൊളുത്തിയ സ്വരാജ്, സ്വധർമ്മം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ അടിയൊഴുക്കായി തുടർന്നു. അതായത് ഈ സ്വരാജ്, സ്വധർമ്മം എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ ഇന്ത്യക്കാർക്കിടയിൽ അത് നിലനിന്നിരുന്നു എന്നർത്ഥം. മിതവാദികൾ ഉപയോഗിച്ച സമാധാനപരമായ രീതികൾ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുന്നതിൽ ഫലപ്രദമായിരുന്നില്ല. അതാണ് തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട ഒരു വാദം. നിങ്ങളിങ്ങനെ സമാധാനമായിട്ട് നടന്നോളി, അവർ നമ്മളങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. തൽഫലമായി രാഷ്ട്രീയ ബോധമുള്ള നിരവധി ആളുകൾ, ചെറുപ്പക്കാർ, അവരൊക്കെ വളരെ നിരാശരായി തീർന്നു. കാരണം നടക്കണില്ല കാര്യങ്ങൾ. അങ്ങനെ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അഥവാ 1800 അവസാനങ്ങളിൽ ജനകീയമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കാൻ കൂടുതൽ സമൂലമായ രാഷ്ട്രീയ നടപടി നമുക്ക് വേണം എന്ന ഒരു ശക്തമായ ഒരു വികാരം ജനങ്ങൾക്കിടയിൽ ഉയർന്നു. അങ്ങനെയാണ് തീവ്രവാദം വളരുന്നത്. അതുപോലെ വിവിധ അന്താരാഷ്ട്ര സംഭവങ്ങളും ഇന്ത്യയിൽ തീവ്രവാദത്തിന്റെ വളർച്ചയ്ക്ക് പ്രേരണ നൽകി. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ പോയിന്റ്, തീവ്രവാദികൾ എന്ന് പറയുന്നവർ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല, പിന്നെ അത് 1857 പ്രക്ഷോഭത്തിന് ശേഷം ക്രമാനുഗതമായിട്ട് വളർന്നതാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത് ഉണ്ടാവാനുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത്, മിതവാദികൾ സമാധാനപരമായ ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാം എന്നൊക്കെ പറയുന്ന ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാർ അംഗീകരിക്കുന്നില്ല. അവർ അംഗീകരിപ്പിക്കാൻ കൂടുതൽ രാഷ്ട്രീയമായ സമൂലമായ നടപടി വേണം എന്ന ഒരാവശ്യം ജനങ്ങൾക്കിടയിൽ വന്നു. ഈ രണ്ട് കാരണങ്ങളാണ്. മൂന്നാമത്തെ കാരണം, വിവിധ അന്താരാഷ്ട്ര സംഭവങ്ങൾ ഇന്ത്യയിൽ തീവ്രവാദത്തിന്റെ വളർച്ചയ്ക്ക് പ്രേരണ കൊടുത്തു. എന്തൊക്കെയാണത്? അയർലൻഡ്, റഷ്യ, ഈജിപ്ത്, തുർക്കി, ചൈന, ദക്ഷിണാഫ്രിക്കയിലെ ബോയർ യുദ്ധം, ബോവർ യുദ്ധം എന്നിവിടങ്ങളിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരു യോജിച്ച നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ അതിനെ വെല്ലുവിളിക്കാൻ കഴിയൂ എന്ന് ഇന്ത്യൻ നേതാക്കളെ ബോധവാന്മാരാക്കി. നമ്മളിങ്ങനെ വേറെ ഒരു ചെറിയ സംഘടനകളാക്കി അതുകൊണ്ട് കാര്യമില്ല. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് വിപ്ലവ പ്രസ്ഥാനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിക്കാൻ സാധിക്കും എന്ന് നമ്മുടെ നേതാക്കന്മാർക്ക് കൂടുതൽ ബോധ്യപ്പെട്ടു. അതിന് വിവിധ അന്താരാഷ്ട്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഈ പറഞ്ഞതൊക്കെ. ഏത്? അയർലൻഡ്, റഷ്യ, ഈജിപ്ത്, തുർക്കി, ചൈന, അതൊരു ദക്ഷിണാഫ്രിക്കയിലെ ബോവർ യുദ്ധം.
അതുപോലെ 1896 എത്യോപ്യക്കാർ ഇറ്റാലിയൻ സൈന്യത്തെയും, അന്നത്തെ വളരെ പ്രധാനപ്പെട്ട വളരെ ശക്തിയാണ് ഇറ്റലി. 1905 ജപ്പാൻകാർ റഷ്യൻ സൈന്യത്തെയും, റഷ്യ എന്ന് പറഞ്ഞതും വലിയ ശക്തിയാണ്, പരാജയപ്പെടുത്തിയത്. ഈ യൂറോപ്യന്മാർ ഒരിക്കലും നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റാത്ത ഒരു സാധനങ്ങളാണ് എന്ന് തെളിയിച്ചു. യൂറോപ്യന്മാർ നമുക്ക് ഒരിക്കലും പറ്റാത്തൊരു സാധനങ്ങളെല്ലാം തെളിയിച്ചു. കാരണം എത്യോപ്യ എന്ന് പറയുന്ന ചെറിയൊരു രാജ്യമാണ്. ആ രാജ്യക്കാര് ഇറ്റലിയിലെ സൈന്യത്തെ പരാജയപ്പെടുത്തി. ഇറ്റാലിയൻ സൈന്യം എന്ന് പറയുന്നത് വലിയ സംഭവമാണ്, അവരെ പരാജയപ്പെടുത്തി. അപ്പൊ യൂറോപ്യന്മാരെ അതിജയിക്കാൻ നമുക്ക് സാധിക്കും എന്ന ഒരു തരത്തിലേക്ക് വന്നു. 1905 ചെറിയൊരു ദ്വീപിലെ ജപ്പാൻകാർ വലിയ പ്രദേശമായ ലോകശക്തിയായ റഷ്യൻ സൈന്യത്തെ പരാജയപ്പെടുത്തി. അപ്പോ യൂറോപ്യന്മാരെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റാത്തൊരു സാധനമൊന്നല്ല എന്ന് ഇന്ത്യയിലെ നേതാക്കന്മാർക്ക് തോന്നി. ഇതെല്ലാം ഇന്ത്യൻ ദേശീയവാദികളിൽ ആത്മാഭിമാനവും ആത്മവിശ്വാസവും വളർത്തി. അപ്പോൾ അന്താരാഷ്ട്ര സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലായല്ലോ? യെസ്. പിന്നെ 1905 ബംഗാൾ വിഭജനത്തിന് ശേഷം ജനങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള വിയോജിപ്പ് വന്നു, പ്രത്യേകിച്ച് നേതാക്കന്മാർക്കിടയിൽ. അതും ഒരു തീവ്രവാദം ഇന്ത്യയുടെ ദേശീയ നേതാക്കൾക്കിടയിൽ വളരാൻ സഹായിച്ചു എന്നർത്ഥം. മനസ്സിലായോ? അപ്പോ ഇത്രയുമാണ് എങ്ങനെയാണ് തീവ്രവാദികൾ ഇന്ത്യയിൽ ജന്മമെടുക്കുന്നത് എന്നതിനെ പറ്റി പറഞ്ഞത്. ആ പറഞ്ഞ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പാരഗ്രാഫായിട്ട് എസ്സേയുടെ ഭാഗമായിട്ട് ചോദിക്കാം. കാരണം തീവ്രവാദികളെ പറ്റി ഇനിയും കുറച്ച് കാര്യങ്ങൾക്ക് പറയാനുണ്ട്. അപ്പോൾ അവരെ എസ്സേയുടെ ഭാഗമായിട്ട് ചോദിക്കാം. ഈ രണ്ട് ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. മിതവാദികൾ, തീവ്രവാദികൾ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പാർട്ടാണത്. ഇനി മിതവാദികളിൽ നിന്ന് വ്യത്യസ്തമായി ഇനി അവരുടെ പ്രത്യയ ശാസ്ത്രം, ഒരു രീതി, ഇതൊക്കെ നമുക്ക് പറയാൻ പോണത്. തീവ്രവാദ നേതാക്കൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെ നന്മയിലോ അവരുടെ നീതിബോധത്തിലോ വിശ്വസിച്ചിരുന്നില്ല. ഒന്നാമത്തെ കാര്യം അതാ. ബ്രിട്ടീഷ് ഭരണത്തിന്റെ നന്മയിലോ നീതിബോധത്തിലോ വിശ്വസിച്ചിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? ഇന്ത്യയെ ചൂഷണം ചെയ്യുക, അവരെ സമ്പത്ത് കീശ വീർപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനതയുടെ ജനകീയമായ ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ ഒരു വീക്ഷണം ബ്രിട്ടീഷുകാർ സ്വീകരിക്കും എന്ന് തീവ്രവാദികൾ പ്രതീക്ഷിച്ചിട്ടേയില്ല. അതുകൊണ്ട് മിതവാദികളെപ്പോലെ നിവേദനം കൊടുക്കുന്നതിലൂടെയോ പ്രാർത്ഥിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ അവർക്കെതിരെ പരസ്യമായി പ്രക്ഷോഭം നടത്തിക്കൊണ്ട്, സമരങ്ങൾ നടത്തിക്കൊണ്ട് ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയിട്ട് കാര്യമില്ല എന്ന് ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. മിതവാദികളെ പോലെ നിവേദനം കൊടുക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിലൂടെയല്ല നമ്മൾ ആവശ്യം നേടേണ്ടത്. പിന്നെ അവർക്കെതിരെ പരസ്യമായി പ്രക്ഷോഭം നടത്തിക്കൊണ്ട് ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അവരെ സമ്മർദ്ദം ചെലുത്തേണ്ടത് ആവശ്യമാണ് എന്ന് തീവ്രവാദികൾ പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ വെറുതെ നമ്മൾ നിവേദനം കൊടുത്തിട്ട് കാര്യമില്ല. നിവേദനം അവിടെ വലിച്ചെറിയാണ്. പിന്നെ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. നമ്മൾ അവർക്കെതിരെ പരസ്യമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ബ്രിട്ടീഷുകാരെ സമ്മർദ്ദം ചെലുത്തേണ്ടത് ആവശ്യമാണ്. ഇതാണ് തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട പരിപാടി. ഇനി തീവ്രവാദികൾ ഏതൊക്കെ വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? ഒന്ന്, വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം. ഒരാളും ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവരുന്ന വസ്ത്രം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. പകരം നമ്മൾ സ്വയം ഉണ്ടാക്കുക. അങ്ങനെയാണ് ചർക്കയിൽ ഗാന്ധിജിയൊക്കെ വരുന്ന സമയമാണത്. രണ്ട്, തദ്ദേശീയ വ്യവസായത്തിന്റെയും ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വ്യവസായത്തിന്റെയും വാണിജ്യത്തിന്റെയും വളർച്ചയ്ക്ക് പ്രചോദനം നൽകാൻ വേണ്ടി സ്വദേശി ചരക്കുകൾ പ്രോത്സാഹിപ്പിക്കുക. സ്വദേശി ചരക്കുകൾ പ്രോത്സാഹിപ്പിക്കുക. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ മൺചട്ടി ഉപയോഗിക്കുക, ബ്രിട്ടീഷുകാരുടെ നാട്ടിലെ അലുമിനിയം ചട്ടി ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞു. സർക്കാർ പ്രവർത്തനങ്ങൾ ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള ബ്യൂറോക്രസിയെ നിസ്സഹകരിക്കുക, ബ്യൂറോക്രസിയുമായിട്ട് നിസ്സഹകരിക്കുക. ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട രീതികൾ. എന്തൊക്കെ? വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, പിന്നെ സ്വദേശി ചരക്കുകൾ പ്രോത്സാഹിപ്പിക്കുക, ബ്യൂറോക്രസിയുമായിട്ട് നിസ്സഹകരണം പ്രഖ്യാപിക്കുക. ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. തീവ്രവാദികളുടെ പ്രക്ഷോഭ രീതികൾ എന്തെല്ലാം? ഇന്ത്യൻ ഭാഷകളിൽ വിദ്യാഭ്യാസം നൽകുകയും ഇന്ത്യയുടെ മഹത്തായ പൈതൃകത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അഭിമാനം വളർത്തുകയും ചെയ്യുന്ന
സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുക. അടുത്തത് ഇന്ത്യൻ ഭാഷകളിൽ വിദ്യാഭ്യാസം. ബ്രിട്ടീഷുകാരന്റെ ഇംഗ്ലീഷ് ഭാഷയിൽ വിദ്യാഭ്യാസം കൊടുക്കണ്ട, കാരണം ഇന്ത്യൻ ഭാഷയിൽ വിദ്യാഭ്യാസം കൊടുക്കുക. മാത്രമല്ല, ഇന്ത്യയുടെ മഹത്തായ പൈതൃകത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അഭിമാനം വളർത്തുകയും ചെയ്യുന്ന സ്വന്തമായ സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കണം. കണ്ടോ? വിദ്യാർത്ഥികളിൽ ദേശീയതയുള്ളവരും പൊതുബോധമുള്ളവരും അറിവുള്ളവരും സ്വാശ്രയരും ആത്മസ്വതന്ത്രരുമാക്കി മാറ്റാൻ ആവശ്യമായ വിദ്യാഭ്യാസം കൊടുക്കണം. അതുപോലെ ഗ്രാമങ്ങൾ വരുമാനവും നികുതിയും നൽകാതിരിക്കുക. ഇപ്പോൾ ഓരോ ഗ്രാമത്തിൽ നിന്ന് കിട്ടുന്ന വരുമാന നികുതിയും ബ്രിട്ടീഷർ കൊടുക്കാതിരിക്കുക. അതുപോലെ താലൂക്കുകൾ, ജില്ലകൾ എന്നിവയുടെ തലത്തിൽ ബ്രിട്ടീഷുകാരുടേതിന് സമാന്തരമായി ഒരു പ്രത്യേക തദ്ദേശീയ ഭരണ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുക. എന്നിട്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിഷ്ക്രിയമായ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ പറഞ്ഞത് അവരുടെ നയങ്ങൾ അവർ നടപ്പിലാക്കേണ്ടത് നേരിട്ട് വന്നിട്ടല്ല, ഈ പഞ്ചായത്തുകളിലൂടെ, തദ്ദേശീയ ഭരണ സ്ഥാപനങ്ങളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, താലൂക്കിലൂടെ, ജില്ലയിലൂടെ ഒക്കെയാണല്ലോ. അപ്പം നമ്മളെന്ത് കാട്ടുക? നമ്മുടെ ഗ്രാമക്കാരെല്ലാവരുടെയും കൂടി ഒരുമിച്ച് കൂടിയിട്ട് നമ്മൾ കുറച്ച് തദ്ദേശീയ ഭരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അതിലൂടെ നമ്മൾ നിർവഹിക്കും. ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്ന ഈ നടപ്പിലാക്കണം എന്ന് പറഞ്ഞ സാധനങ്ങൾ നമ്മൾ മൈൻഡിനെ ചെയ്യില്ല. അങ്ങനെ നിഷ്ക്രിയമായ ചെറുത്തുനിൽപ്പ് നടത്തുക. വളരെ ശക്തമായ ചില കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമുക്ക് തന്നെ നമ്മുടെ രാജ്യത്തെ പറ്റി അഭിമാനം തോന്നുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. അതേപോലെ ഈ സ്വദേശി തുണിമില്ലുകൾ ധാരാളമായി സ്ഥാപിച്ചു. സോപ്പ്, തീപ്പെട്ടി ഫാക്ടറികൾ, ടാനറികൾ, അതുപോലെ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, കടകൾ, ഇതൊക്കെ സ്ഥാപിക്കുന്നതിൽ സ്വദേശി സ്പിരിറ്റ് പ്രകടമായി. നമ്മൾ പറഞ്ഞ് സ്വദേശി സ്പിരിറ്റാണ് ഉണ്ടാക്കിയത്. അത് പറഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ നമ്മളുണ്ടാക്കി നമ്മൾ തന്നെ ഉപയോഗിക്കുക. ധാന്യം നമുക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുക, നമ്മൾ തന്നെ ഉപയോഗിക്കുക. ബ്രിട്ടീഷർ കൊടുക്കുന്ന പരിപാടിയില്ല. സാധനം നമ്മൾ വാങ്ങിക്കൂല. അപ്പം അതിൽ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അതിൽ ആളുകൾ, ഇവിടെയുള്ള ആളുകൾക്ക് തുണി ഉണ്ടാക്കാൻ അറിയാം, മില്ലുണ്ട്, പണ്ടുണ്ടായിരുന്നതാണ്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നമ്മൾ കൊള്ളായതാണ്. അതിൽ ആളുകൾക്ക് ഭയങ്കര സ്പിരിറ്റായിട്ട് എല്ലായിടത്തും കടകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, സോപ്പ് ഫാക്ടറികൾ, തുണി മില്ലുകൾ, ബാങ്കുകൾ, അങ്ങനെ കുറെ ഇൻഷുറൻസ് കമ്പനികൾ, കടകൾ, ഇതൊക്കെ ഉണ്ടായി. ഈ സംരംഭങ്ങൾ ബിസിനസ് വൈദഗ്ധ്യത്തെക്കാളും കൂടുതൽ ദേശസ്നേഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഇവർക്കൊക്കെ ബിസിനസ് ചെയ്യാൻ അറിഞ്ഞിട്ടില്ല, പക്ഷെ ദേശസ്നേഹമാണ് പ്രധാനം. അതുപോലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ അക്രമം ഉപയോഗിക്കുന്നതിനെ തീവ്രവാദ നേതാക്കൾ എതിർക്കുകയും ഇന്ത്യൻ വിപ്ലവകാരികൾ ഉപയോഗിച്ച രാഷ്ട്രീയ കൊലപാതകത്തിന്റെ രീതികൾ അംഗീകരിക്കുകയും ചെയ്തില്ല. ഇന്ത്യയിലെ തീവ്രവാദികൾ എന്ന് പറയുന്നവരല്ല വിപ്ലവകാരികൾ. വിപ്ലവകാരികൾ എന്ന് പറഞ്ഞാൽ വേറെ ടീമാണ്. അവരെങ്ങനെ വെച്ചാൽ വിപ്ലവകാരികളുടെ രീതി എങ്ങനെ അറിയാം? വിപ്ലവകാരികളെ സംബന്ധിച്ച് അവർ കൊലയും, അതിന് തീവ്രവാദികൾ അംഗീകരിച്ചിട്ടില്ല. അത് അംഗീകരിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ തീവ്രവാദികളുടെ പ്രാധാന്യത്തെ പറ്റി പറയണം. തീവ്രവാദികൾ സ്വരാജ് എന്ന ആവശ്യത്തെ ശക്തമായിട്ട് ആവിഷ്കരിക്കുകയും മിതവാദികൾ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ തീവ്രമായ രീതികൾ ഉപയോഗിക്കുകയും ചെയ്തതിനാൽ തീവ്രവാദ നേതൃത്വത്തിന്റെ കീഴിൽ ഇന്ത്യൻ ദേശീയതയുടെ സ്വഭാവത്തിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടായി. അതായത് ദേശീയതയെക്കുറിച്ചുള്ള അവരുടെ ആശയം ആഴത്തിൽ വൈകാരികവും ഇന്ത്യൻ മതപാരമ്പര്യങ്ങളുടെ അഗാധമായ വ്യാഖ്യാനത്തിൽ വേരൂന്നിയതുമാണ്. ഇന്ത്യൻ മതപാരമ്പര്യങ്ങളെ നമ്മളെ ഭൗതിക ജീവിതത്തിലേക്ക് തിരിച്ചുവിടാനും വേറെ ആത്മീയമായിട്ട് നടക്കുകയല്ല, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ മതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് പറയുകയും അവയെ ദേശീയ പ്രസ്ഥാനവുമായിട്ട് യോജിപ്പിക്കാൻ, ബന്ധിപ്പിക്കാൻ തീവ്രവാദ നേതാക്കൾ ശ്രമിക്കുകയും ചെയ്തു. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ വിദേശ ഭരണത്തിനെതിരെ ജനങ്ങളെ അണിനിരത്തുന്നതിൽ തീവ്രവാദികൾ വലിയ ഊന്നൽ കൊടുത്തു. ജനങ്ങളെല്ലാവരും ബഹുജന പ്രക്ഷോഭങ്ങൾ നടത്താൻ തുടങ്ങി. രാഷ്ട്രീയ പോരാട്ടങ്ങൾ ഏറ്റെടുക്കാൻ രാഷ്ട്രം ഇനിയും തയ്യാറായിട്ടില്ലെങ്കിൽ അതിനു വേണ്ടി ജനങ്ങളെ ഒരുക്കേണ്ടത് നേതാക്കളുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നവർ മനസ്സിലാക്കി. അങ്ങനെ അതിന് വരുമ്പോൾ വിദേശ ഭരണത്തിനെതിരെ ബഹുജനങ്ങളെ അണിനിരത്തണമെങ്കിൽ തടവ് അനുഭവിക്കേണ്ടി വരും, ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, നാടുകടത്തൽ അനുഭവിക്കേണ്ടി വരും, മറ്റു ബുദ്ധിമുട്ടുകളുണ്ടാവും. അതൊക്കെ സഹിക്കാൻ തീവ്രവാദികൾ തയ്യാറായിരുന്നു. അതാണ് ഇമ്പോർട്ടൻ്റ് ആയ സാധനം. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തില് സാധാരണക്കാരെ ഉൾപ്പെടുത്തുന്നതിൽ
അവരുടെ പ്രകടനങ്ങൾ, ഘോഷയാത്രകൾ ഇതൊക്കെ വലിയ പങ്ക് വഹിച്ചു. ശിവജി പോലുള്ള ജനപ്രിയ ചിഹ്നങ്ങൾ, ഗണപതി, കാളിദേവി തുടങ്ങിയ മതചിഹ്നങ്ങൾ, ഇതൊക്കെ ജനങ്ങളെ പ്രചോദിപ്പിക്കാനും ഒന്നിപ്പിക്കാനും ഒക്കെ ഈ മതചിഹ്നങ്ങളെ ഫലപ്രദമായിട്ട് അവർ ഉപയോഗിച്ചു. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി മാത്രമാണ്, എന്നാലും നമ്മൾ അതിന്റെ പ്രാധാന്യം എന്ന അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇനി ഈ തീവ്രവാദ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാം ഒരിക്കൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ഒന്ന്, ലാലാ ലജ്പത് റായ്, പഞ്ചാബിന്റെ സിംഹം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ആര്യ സമാജത്തിന്റെ സ്വാധീനത്തിൽ ലാഹോറിൽ ഒരു നാഷണൽ സ്കൂൾ സ്ഥാപിച്ചു. സ്കൂളുകൾ സ്ഥാപിക്കുക എന്നുള്ളത് തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. അടുത്ത് ബാലഗംഗാധര തിലകൻ, ഇതാണ് അടുത്ത ഒരാൾ, തീവ്രവാദികളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരാൾ. ഇദ്ദേഹം ലോകമാന്യ തിലകൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകനായിരുന്നു. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകനും ഫെർഗൂസൺ കോളേജിന്റെ സ്ഥാപകനുമായിരുന്നു, സഹസ്ഥാപകനുമായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, കോളേജുകളും സ്കൂളുകളൊക്കെ സ്ഥാപിക്കുക എന്നുള്ള തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അദ്ദേഹത്തിന് ലോകപ്രസിദ്ധമായ വാക്യമാണ് സ്വരാജ് എന്റെ ജന്മാവകാശമാണ്, അത് എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യണം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം 2 പത്രങ്ങൾ കേസരി എന്ന പേരിൽ ആരംഭിച്ചു. ഒന്ന് ഹിന്ദിയിലും പിന്നെ മഹാരാഷ്ട്ര എന്ന പേരിൽ ഇംഗ്ലീഷിലും ഒരു പത്രം ആരംഭിച്ചു അദ്ദേഹം. കേസരി എന്ന പത്രം ലോകപ്രസിദ്ധമാണ്, ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പത്രങ്ങളാണ്. 1916 അദ്ദേഹം ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു, മറ്റൊരു സംഘടനയാണത്. അങ്ങനെ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മറ്റൊരു പ്രമുഖ വ്യക്തിയായിരുന്ന ആനി ബെസന്റിനോടൊപ്പം ചേർന്നു. ആനി ബെസന്റ് ശരിക്കും ഇംഗ്ലീഷുകാരിയാണ്, പക്ഷേ അവർ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഇന്ത്യക്കാർ അവരുടെ കൂടെ ചേർന്നു. ഇനി അടുത്തയാള് ബിപിൻ ചന്ദ്രപാലാണ്. ഇന്ത്യയിലെ വിപ്ലവ ചിന്തകളുടെ നേതാവ് എന്നാണ് ബിപിൻ ചന്ദ്രപാൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ വിപ്ലവ ചിന്തകളുടെ നേതാവ് എന്നാണ് ബിപിൻ ചന്ദ്രപാൽ അറിയപ്പെടുന്നത്. ഈ ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ഇവരെ ലാൽ ബാൽ പാൽ ത്രിമൂർത്തികൾ എന്നാണ് വിളിച്ചിരുന്നത്. ലാൽ ബാൽ പാൽ ത്രിമൂർത്തികൾ ഉണ്ടോ? ലാൽ ബാൽ പാൽ. അതേപോലെ അരവിന്ദോ ഘോഷ് അടുത്തൊരു നേതാവാണ്. വന്ദേ മാതരം എന്ന പേരിൽ ഒരു ഇംഗ്ലീഷ് പത്രം അദ്ദേഹം ആരംഭിച്ചു. ദേശീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അത് വലിയ പങ്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നേതാക്കന്മാർ ആരൊക്കെയാണ് പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലാക്കണം. ലാസ്റ്റ് ഭാഗം, മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ പാഠം പഠിക്കുന്നതോടുകൂടെ മിതവാദികൾ തീവ്രവാദി തമ്മിലുള്ള വ്യത്യാസം എന്താ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കണം അല്ലേ? ഇനി അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, ഈ തീവ്രവാദം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് സാഹചര്യം ഉണ്ടായത്, മിതവാദികൾ. ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ: മിതവാദികൾ, അവരുടെ പ്രാധാന്യം, സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടെ പങ്കെന്താണ്; തീവ്രവാദികൾ, സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടെ പങ്കെന്നാണ്. ഈ 2 എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ 2 എസ്സേ ക്വസ്റ്റ്യൻ പഠിക്കുന്നതോടുകൂടെ തന്നെ നമുക്ക് നമ്മളുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഏതായിരുന്നാലും ആ പാഠം ഇവിടെ അവസാനിക്കുകയാണ്.